ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം തെള്ളിർക്കാവ് ദേവീക്ഷേത്രത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ വൃശ്ചിക വാണിഭമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് നേരെ കടകളിലോട്ട് പോയേ. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ചരിത്രപ്രസിദ്ധവുമായി ബന്ധപ്പെട്ട കാർഷിക വേളയാണ് തെള്ളിയൂർ വൃശ്ചിക വാണിഭം. ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലമാണ് തെള്ളിർക്കാവ് ദേവീക്ഷേത്രം. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുവേ. അമ്പലത്തിന്റെ ചുറ്റുമായിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കച്ചവടം എല്ലാം നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കടകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. വൃശ്ചിക 1 മുതൽ 10-15 ദിവസം വരെയൊക്കെ ഈ കടകളൊക്കെ കാണും. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്താണെന്ന് അറിയാമോ? ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം കാണിച്ചു തരാമേ. കണ്ണൂന് മേടിച്ച പോലത്തെ ഒരു തൊപ്പി സിയുനും കൂടെ ഒരെണ്ണം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ബാൻഡൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ ഞാനും അവളും കൂടെ ഓരോ ബാൻഡൊക്കെ എടുത്ത് മേടിച്ചു. അമ്മയൊക്കെ ഈ തെള്ളിർക്കാവ് വൃശ്ചിക വാണിഭം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ അടുപ്പിച്ച് 4 ദിവസമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പോയിട്ടുള്ള പരിപാടിയാണ്. പണ്ട് കാലഘട്ടത്തിൽ വണ്ടിയൊന്നുമില്ല. ആ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ഈ പണ്ടുള്ളതെല്ലാം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്താൽ ജീവിച്ച് കാശില്ല. ഇപ്പം പച്ചക്കറി ഉള്ളത് അവിടെ കൊണ്ട് കൊടുത്ത് അതിന് പോയത് അവിടെ നിന്ന് വേറെ അരി അയക്കാൻ അടുത്ത അവളുടെ വാങ്ങിക്കുന്നത്. അല്ല ഉണക്കമീൻ ഇവിടെ വന്നാൽ എങ്ങനെ ഉണക്കമീൻ കൊണ്ട് വന്നാൽ അവർ കൊണ്ടുവന്നപ്പോൾ അവളെ ഉണക്കമീൻ വാങ്ങിച്ചിട്ട് ഇവിടെ ഉള്ളത് വേറെ സാധനം കിട്ടും. അങ്ങനെ ഒരു കൈമാറ്റ വ്യവസ്ഥ അങ്ങനെ വന്ന ആ കച്ചവടം എന്നും അങ്ങനെ അങ്ങ് പോകും. പുതിയ സെറ്റപ്പായിട്ട് ഇനിയിപ്പം വിപുലീകരിച്ചപ്പോൾ സർക്കാരിൻ്റെ കുറച്ച് കാശ് കിട്ടുന്നുണ്ട്. അതേ ഉള്ളൂ. ദേവസ്വം ബോർഡ് ഡയറക്റ്റ് ഏറ്റെടുത്ത് നടത്തുക. പിന്നെ ഞങ്ങൾ ചുമ്മാ ചെരുപ്പൊക്കെ ഒന്ന് നോക്കാനായിട്ട് കടയിലോട്ട് കയറിയേ. അങ്ങനെ ഞാൻ 2-3 ചെരുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. രണ്ട് മൂന്നെണ്ണം ഇട്ട് നോക്കിയിട്ട് ഒരു ഫൈനലി ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തേ. അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കും ഒരെണ്ണം എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് പിച്ചാത്തി വേണമായിരുന്നു. അങ്ങനെ അവിടുന്ന് 2 പിച്ചാത്തിയും കൂടെ വാങ്ങിച്ചു.
ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവിടുത്തെ മെയിൻ ഐറ്റം, ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം, ഉണക്കസ്രാവ്. ഉണക്കസ്രാവ് മാത്രമല്ല മറ്റ് ഉണക്കമീനുകളും ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഈ സ്രാവിൻ്റെ വിൽപ്പന എന്നൊക്കെ പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പണ്ട് മുതൽക്കേ തന്നെ അരേ സമുദായത്തിലുള്ളവർ കൊണ്ടുവന്ന് വിൽക്കുന്നതായിരുന്നു ഈ ഉണക്കസ്രാവിനെ. അത് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് 300 മുതൽ 500 രൂപ വരെയൊക്കെയാണ്. ഇപ്പോൾ തുടക്കമാകുമ്പോൾ തന്നെ നല്ല വിലയാണ്. ഒരു ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി വില വ്യത്യാസമൊക്കെ വരും. അപ്പോഴത്തേന് ഞങ്ങൾക്കും വന്ന് വാങ്ങാനായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് ഉണക്കക്കൊഞ്ചിനെയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ഈ ഉണക്കസ്രാവിനെയൊക്കെ വാങ്ങാനായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഉണക്കസ്രാവിനെ പിന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കണ്ണു ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ വരുന്ന വഴിക്കൊരു സ്രാവിനെ തൂക്കിയിട്ടേക്കുന്നു. കണ്ണു അതിനെ അടിമുടി ഒന്ന് നോക്കി വിവരിച്ചിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഉണക്കമീൻ കടയിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഓരോ കടകളിലൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറവും കൊട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ ചട്ടി, ഇപ്പം എല്ലാവരും പ്ലാസ്റ്റിക് മുറമൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. പഴയ കാലത്തെ എല്ലാ സാധനങ്ങളും അവിടെ വിൽക്കുന്നുണ്ട്. ചട്ടിയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇനിയും വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ചെടിയൊക്കെ വിൽക്കുന്നിടത്തോട്ട് പോയി. അങ്ങനെ ചെടിയും ഒക്കെ നോക്കിയതേ ഉള്ളൂ, ഒന്നും വാങ്ങിച്ചില്ല. കുഞ്ഞുങ്ങളും എല്ലാം നടന്നെല്ലാം ക്ഷീണിച്ചു. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. പിന്നെ എന്തേലും ഇനിയും കഴിച്ചിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മസാലയൊക്കെ മേടിച്ച് കഴിച്ചു.
അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ മുന്നോട്ട് നടന്ന് പിന്നെ വന്നു കുഞ്ഞങ്ങാടെ പാർക്ക്. പിന്നെ അവിടെ വന്നിട്ട് പിന്നെ അത് കയറാതെ പോകത്തേയില്ല. അങ്ങനെ ശ്രീയൂരെയും കണ്ണൂനെയൊക്കെ പാർക്കിലോട്ട് കയറ്റി. ശ്രീയുവിന് പിന്നെ അതുവഴി കയറാൻ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അവന് പിന്നെ ഇങ്ങനെ എളുപ്പം കയറുന്നതൊന്നും ഇഷ്ടമല്ല. അവന് ഇച്ചിരി റിസ്ക് എടുത്ത് കയറുന്നതൊക്കെയാണ് ഇഷ്ടം. ആദ്യത്തെ പ്രാവശ്യമുള്ളൂ അതുവഴി കയറിയത്. പിന്നെ ആ ഇറങ്ങി വരുന്നത് വഴിയാണ് അവൻ കയറുന്നത് മൊത്തം. അങ്ങനെ അകത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ബോട്ടിങ്ങിൽ കയറി. ബോട്ടിങ്ങിൽ ശ്രീയു കയറുമോയെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ കുഞ്ഞും കയറി. അവനും നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു അതേ കൂടി. അങ്ങനെ അതിലെല്ലാം കയറിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.